എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 3-4 വാക്യങ്ങൾ. മത്തായി 14-ന്റെ 3-4 വാക്യങ്ങൾ. ഹെരോദാവ് തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹേരോദ്യ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ചുകെട്ടി തടവിൽ ആക്കിയിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യോഹന്നാൻ സ്നാപകനെ തടവിലാക്കാനുള്ള കാരണം ഇവിടെ വ്യക്തമായി കാണുന്നു. ഹെരോദാവിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങൾ, അതിനെ യോഹന്നാൻ ശക്തമായി വിമർശിച്ചു. അത് ലൂക്കോസ്, മർക്കോസ് സുവിശേഷങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ആ പെൺകുട്ടി യോഹന്നാൻ സ്നാപകന്റെ തല ചോദിക്കുവാൻ തക്ക നിലയിൽ ദുഷ്ടയായ അമ്മ അവളെ ഉദ്യോഗിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വഷളത്വങ്ങൾക്ക് തങ്ങളുടെ മക്കളെ പ്രേരിപ്പിക്കുന്ന മാതാപിതാക്കളുടെ കാര്യം വളരെ സങ്കടകരമാണ്. 2 ദിനവൃത്താന്തം 22-ാം അധ്യായത്തിൽ അഗസ്യാവിൻ്റെ അമ്മ അവനെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചതായി കാണുന്നു. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാൻ ആവശ്യവും കൽപ്പനയും ഉണ്ടെങ്കിലും ദൈവത്തെക്കാൾ മനുഷ്യരെ അനുസരിക്കുന്നത് ദൈവനിഷേധമാണ്. ഇവിടെ വിചിത്രമായ ഒരു രംഗം. സദസ്സിലേക്ക് യോഹന്നാൻ സ്നാപകന്റെ തല ഒരു താലത്തിൽ കൊണ്ടുവരുന്നു. യോഹന്നാനെ ശിരച്ഛേദനത്തിന് വിധിച്ച് ജയിലിൽ അടച്ചതല്ല. അവന് വേണ്ടി വാദിക്കാൻ ആരുമില്ല. പരസ്യ വിചാരണ നടത്തിയിട്ടുമില്ല. യോഹന്നാൻ സ്നാപകന്റെ മൊഴി അല്ലെങ്കിൽ അഭിപ്രായം കേൾക്കുകയോ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. നീതിയില്ലാത്ത ലോകം, കരുണയില്ലാത്ത കിരാതകരങ്ങൾ, ഹെരോദാവിൻ്റെ കുടുംബത്തിലെ അശുദ്ധി ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ത്യാഗിയും വിശുദ്ധനുമായവനെ കൊലപ്പെടുത്താൻ ഇടയാക്കി. ഇത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സാമൂഹിക ചുറ്റുപാടിലും വളരെ യാഥാർത്ഥ്യമാണ്. മറ്റ് പല തരങ്ങളിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. യോഹന്നാന്റെ ശിരച്ഛേദ കാര്യത്തിൽ ഹെരോദനുണ്ടായ വിഷാദത്തിന് കാരണം ഡോക്ടർ ഹാമൻഡ് പറയുന്നത് ഇങ്ങനെയാണ്: ഇത് അവൻ്റെ ജനന ദിവസത്തിലെ ആഘോഷ ചടങ്ങിൻ്റെ സമയമായിരുന്നു. അന്ന് രക്തം ചൊരിയുന്നത് ഒരു ദുർലക്ഷണമായിട്ട് അവന് തോന്നി. ദോഷപൂർണമായ ഒരു സത്യം ഒരു ദോഷപ്രവൃത്തിയെ നീതീകരിക്കുമെന്ന് ആർക്കും ചിന്തിക്കാൻ കഴിയില്ല. ഹെരോദാവ് അവൻ്റെ താല്പര്യം ഏറെ യോഗ്യമായ വിധത്തിൽ നിറവേറ്റാനുള്ളതാണ്. ജഡീകമായ ഇമ്പങ്ങളിൽ മതിമറന്നു എന്തും ചെയ്യാൻ ഒരുവൻ ഒരുങ്ങരുത്. സത്യവും നീതിപൂർവവുമായ ഏതെങ്കിലും ഒരു പാരിതോഷികം അവൻ ബാലയ്ക്ക് സമ്മാനിച്ചാൽ അത് ആ ഒരു പ്രശ്നം അവിടെ കൊണ്ട് അവസാനിക്കുമായിരുന്നു. അപ്പോൾ ഒരു പാപം ചെയ്ത് കടപ്പാടുകൾ നിറവേറ്റാൻ ഒരിക്കലും നമ്മൾ സന്നദ്ധരാകരുത്, അതിനുവേണ്ടി ശ്രമിക്കരുത്. കാരണം ഏത് പാപവും ദൈവം ആദ്യമേ വിലക്കിയിട്ടുണ്ട്. ഹെരോദാവ് തൻ്റെ ആജ്ഞയേക്കാൾ സദസ്യരെയാണ് പരിഗണിച്ചത്. അപ്പം അവരുടെ തൃപ്തിക്ക് വേണ്ടി പരിശുദ്ധനായ ഒരു മനുഷ്യൻ്റെ തല വെട്ടി. പീലാത്തോസ് അതുപോലെ ജനപ്രീതി നോക്കി യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. ഇതാണ് നമ്മൾ ജീവിക്കുന്ന സമൂഹം. നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നുവെങ്കിൽ നമുക്ക് ക്രൂശീകരണവും ഉണ്ടാവാം, ശിരച്ഛേദനം ഉണ്ടാവാം. എന്നാൽ ഇങ്ങനെ ചെയ്ത നേതാക്കന്മാർ അതായത് നീതിമാന് വിരുദ്ധമായി വിധി പ്രസ്താവിച്ച രാജാക്കന്മാരും നേതാക്കന്മാരും ലോക ചരിത്രത്തിൽ ഒന്നുമല്ലാതെയായി. യോഹന്നാൻ സ്നാപകൻ ഇന്നും ശക്തമായി നമ്മുടെ ഓർമ്മകളിലും
ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലും ജീവിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു, പൗലോസ് പറയുന്നു, സകല മുഴങ്കാലും അവൻ്റെ മുൻപിൽ മടങ്ങി. അപ്പോൾ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നുവെങ്കിൽ നമുക്ക് എതിർപ്പുകൾ ഉണ്ടാവും, ചിരച്ഛേദനം ഉണ്ടാവും, ക്രൂശീകരണം ഉണ്ടാവാം. എന്നാൽ നീതി ജയിക്കും, അത് നിലനിൽക്കും. സഭയെ ദൈവം വിളിച്ചത് അതിനാണ്. നമ്മളെല്ലാവരെയും സഭയിൽ ദൈവം തമ്പുരാൻ ആക്കിയിരിക്കുന്നതും ആ നീതിയുടെ പക്ഷത്ത് നിൽക്കാനാണ്. ലോകം എങ്ങനെ ഓടിയാലും, ഏത് അനീതിയുടെ പക്ഷത്ത് നിന്നാലും അതിനോട് ഇടകലർന്നു പോകാൻ നമുക്ക് അവകാശമില്ല എന്നത് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവിക നിലപാടിലും നീതിയുടെ പക്ഷത്തിൽ നിൽക്കാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം, അതിനുവേണ്ടി ശ്രമിക്കാം. ദൈവം നമ്മളെ മാനിക്കും, ചരിത്രം നമ്മളെ ഓർമ്മിക്കും. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയത് ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അനീതി നടമാടുന്ന ഒരു സമൂഹത്തിൽ നീതിയുടെ പക്ഷം ചേരുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെല്ലാവരെയും ഇടയാക്കണമേ. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.